ഹായ് വെൽക്കം ബാക്ക് ടു ജിനോട്ട ക്ലോക്സ്. അങ്ങനെ വീണ്ടും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടു കാണും, നമ്മുടെ ഓപ്പോൻ്റെ റെനോ 15C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് ഗൈസ്. നമ്മുടെ ഓപ്പോൻ്റെ റെനോ 15 സീരീസിൽ ഇപ്പോൾ ഏകദേശം 4 ഫോണുകൾ വന്നു. ഒന്ന് നമ്മുടെ 15 Pro മിനി, അതുപോലെ തന്നെ 15 Pro, പിന്നെ 15, ഇപ്പോൾ 15C. ഇനി ഏതെങ്കിലും 15 വരുമെന്ന് അറിയില്ല. ഞാൻ എവിടെയൊക്കെ റൂമർ കണ്ടു 15F എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. അത് നമ്മുടെ നാട്ടിലേക്കാണോ വേറെ നാട്ടിലേക്കാണോ എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെനോ 15 ഫോണിൽ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ റെനോ 15C എന്ന് പറയുന്ന ഈ ഒരു ഫോൺ തന്നെയായിരിക്കും. സോ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഫോൺ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്കൊരു കേസ് ഉള്ള ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. സോ നമുക്ക് അടുത്തായിട്ട് ഓപ്പൺ ചെയ്യാവേ. പിന്നെ നമുക്കിത് നമ്മുടെ ഡിവൈസ് ഉണ്ട്. ഡിവൈസ് മോനെ 15 സീരീസിൽ നല്ല കിഡിലൻ ലുക്കുള്ള ഡിവൈസ് തന്നെയാണ് കേട്ടോ. ലുക്കിനൊന്നും യാതൊരു കുറവില്ല, കിഡിലൻ ലുക്കാണ്. ഇതിന് കുറേ നല്ല ചിമിട്ട് പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ലൈറ്റ് റോസ് കളറാണ് വരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം അത് വീഡിയോയിൽ മനസ്സിലാവണമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും കൂടുതൽ കാണിക്കാം. സോ നമ്മുടെ ഫോൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ചാർജറും അതുപോലെ തന്നെ കേബിളും പിന്നെ നമ്മുടെ ഇജക്റ്റിംഗ് പിന്നും വന്നിട്ടുണ്ട്. 80 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ചാർജറാണ് വന്നിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ്. സോ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ ഒരു റിവ്യൂ ആയിരിക്കും നമ്മുടെ ഓപ്പോ റെനോ 15Cയുടെ ആദ്യത്തെ മലയാളം റിവ്യൂ. ഞാൻ വേറെ റിവ്യൂസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേ ബി ഉണ്ടായിരിക്കാം. സോ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഗ്ലോ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇടിവെട്ട് പേരിൽ വന്നിട്ടുള്ള കളറാണ്. എന്തിനാണോ ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്നത്? ജസ്റ്റ് പിങ്ക് ബ്ലൂ എന്നൊക്കെ ഇട്ടാൽ പോരാവും. എന്തായാലും അടിപൊളി പേരാണ്. ഈ പേര് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേരിനെ ഓർക്കില്ല. നമ്മൾ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ റോസ് കളർ അല്ലെങ്കിൽ നീല കളർ എന്നൊക്കെ പറയുള്ളൂ. അതുപോലെ തന്നെ ട്വിലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ വന്നിട്ടുണ്ട്. സോ 2 കളർ ഓപ്ഷനിലായിരിക്കും ഈ ഒരു ഫോൺ വരിക, ഒരു റോസ് അതുപോലെ തന്നെ ഒരു ബ്ലൂ. സോ ഇത് നമ്മുടെ ആഫ്റ്റർ ഗ്ലോ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ഒന്നും പറയാനില്ല ഗൈസ്, കിഡിലെ ലുക്കാണ്. ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഓപ്പോ റെനോ 15 Pro മിനി ഒക്കെ യൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു അതേ ഒരു പ്രീമിയം ഫീൽ ഇതിലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനിൽ എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോ റെനോ 15 ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ റിയർ സൈഡിൽ അതുപോലെ പ്രോയിലൊക്കെ നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു റിബണിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ വന്നിരുന്നു. അങ്ങനെയുള്ള ഒരു കൂറ ഡിസൈനും ഇതിൻ്റെ പുറകിലില്ല. അടിപൊളിയായിട്ടുള്ള ആ ഒരു പിങ്ക് കളറിനാണ് വന്നിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ഗ്ലാസ് ഫിനിഷാണ്. നമ്മുടെ ഓപ്പോ റെനോ 14 വന്ന സമയത്ത് എന്തൊരു ഡാർക്ക് ഗ്രീൻ കളർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു മാറ്റ് ഫിനിഷ് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ഫിനിഷാണ് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കളർ മാത്രമല്ല ഫോണിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ടൊന്നും പറയാനില്ല, കിഡിലാണ്. പിന്നെ ഈ ഒരു ഡിസൈനിലാണ് നമ്മുടെ വിവോൻ്റെ V70 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഇറക്കാൻ പോണത്. എനിക്ക് തോന്നുന്നു വിവോക്കാർ വന്നിട്ട് പറഞ്ഞത് അണ്ണാ എനിക്ക് ആ ഡിസൈൻ ഒന്ന് തായോ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്തായിരിക്കും. എന്തിനാണ് ഈ V70യുടെ ഡിസൈൻ മാറ്റിയത്? ഇതേപോലത്തെ ഡിസൈനാണ്. ഒരുപക്ഷെ ഇതേപോലത്തെ ഫോണിൻ്റെ സ്ഥാനത്തിൽ അവർ ജസ്റ്റ് റീബ്രാൻഡിങ് ചെയ്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഇവന്മാരെ അടിച്ചു കൊടുത്തിട്ട്. കാരണം വിവോ V60യുടെ ഡിസൈൻ നല്ലൊരു ഡിസൈനായിരുന്നു. നമ്മുടെ X200 പോലത്തെ ഡിസൈനായിരുന്നു, അടിപൊളി ഡിസൈനായിരുന്നു. അതൊന്നും ഒറ്റ ചാട്ടാണ് ഇങ്ങോട്ട്. അത് നമ്മുടെ ഓപ്പോൻ്റെ ഈ ഒരു റെനോ സീരീസിലെ അതേ ഡിസൈൻ. എന്താണ് ഇവന്മാരെ പരിപാടി എനിക്കറിയില്ല. അത് വിവോ V70നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് ഓപ്പോ റെനോ 15Cയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സോ ഡിസൈൻ നല്ലതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ അടിപൊളി ഇൻഹാൻഡ് ഫീലാണ്. ഒരു പ്രീമിയം ലുക്കാണ് ഈ ഫോണിന് മൊത്തത്തിൽ കിട്ടുന്നത്. ആ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അലൂമിനിയം ഫ്രെയിമൊക്കെയാണ് വരുന്നത്. 195 ഗ്രാമിൻ്റെ വെയിറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കൂടുതലല്ല കുറവല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റാണ്. നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഈ ഫോൺ വാങ്ങിച്ചതിന് ശേഷം എപ്പോഴും നമ്മൾ ഈ കേസ് ഇടാനുള്ള ഇതാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ കേസ് ഇടാണ്ട് ഉപയോഗിക്കാനാണ് കേട്ടോ സംഭവം സുഖം. ഭയങ്കര സുഖമാണ് കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട്. ആ ഒരു മാറ്റ് ഫിനിഷൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രീമിയം ഫീലാണ്, ഒന്നും പറയാനില്ല. സോ ബിൽഡ് ക്വാളിറ്റി IP69 റേറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. സോ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ഫോണും വേറെ ലെവലായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. സോ നേരത്തെ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കേസിൻ്റെ കാര്യം കാണിച്ചില്ല. കേസ് നമുക്ക് വരുന്നത് പേപ്പറൊക്കെ ഉണ്ട്. കേസ് നമുക്ക് വരുന്നത് ട്രാൻസ്പാരൻറ്റ് കേസാണേ. സോ ട്രാൻസ്പാരൻറ്റ് കേസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളറാവും ഉറപ്പാണ്. അത് കമ്പനി കൊടുത്താലും വേണ്ടില്ല, ആര് കൊടുത്താലും വേണ്ടില്ല. സിലിക്കൺ കേസാണോ മഞ്ഞ കളറാവും. കാരണം ഇതിനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട്, ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇതേപോലെയുള്ള സിലിക്കൺ നിൽക്കുന്ന സമയത്ത് അതിന് ഭയങ്കര പൊട്ടൻഷ്യലാണ് എന്തെങ്കിലുമൊക്കെ വലിച്ച് അബ്സോർബ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ കയ്യിലത്തെ ചെളിയും പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന കാര്യങ്ങളാണ് ഇത് അബ്സോർബ് ചെയ്തിട്ടാണ് മഞ്ഞ കളറാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ മെറ്റീരിയലിൻ്റെ ഒരു ചേഞ്ചും. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സിലിക്കൺ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം നിങ്ങൾ ഇതേപോലത്തെ ക്ലിയർ കേസുകൾ, മറ്റേ ഹാർഡായിട്ടുള്ള ക്ലിയർ കേസ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ മഞ്ഞ കളർ വരും ചെയ്യില്ല. അപ്പോൾ സിലിക്കണെ സംബന്ധിച്ച് ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ യെല്ലോ കളർ ആവാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു കേസും യെല്ലോ കളർ ആവും. എന്നാലും ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ സിലിക്കൺ കേസുകൾ പ്രത്യേകം ഭയങ്കര ഗ്രിപ്പായിരിക്കും, നമുക്ക് പിടിക്കുമ്പോൾ ഭയങ്കര ഗ്രിപ്പായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലത്തെ ലൈറ്റ് കളർ ഫോണുകൾക്കൊക്കെ നല്ല പ്രീമിയം ലുക്കാണ് നമ്മുടെ ഈ ഒരു കളർ കൊടുക്കാറ്, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് കൊടുക്കാറ്. സോ
ഇതാണ് നമ്മുടെ കേസ് ഇട്ട. സോ നമ്മൾ ഈ ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ജപ്പാൻ സ്ക്വയർ എന്നാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓഫറിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാനാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. ഈ ഒരു ഫോണിന്റെ പ്രൈസ് ഇപ്പോൾ കറന്റ് ഓപ്പോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണിക്കുന്നത് 34,999 രൂപയാണ്, അതായത് 35,000 രൂപ. സോ ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി ഫോണാണോ എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിൽ പല ആൾക്കാരും വന്നിട്ടുണ്ടായിരിക്കാം. അതെന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞു തന്നതല്ല, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. പല ഫോണുകളും ചിപ്സെറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ക്യാമറയിലും ബാറ്ററിയിലൊക്കെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിഡ് റേഞ്ച് ഫോണുകൾ പ്രൈസ് കുറവിൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓൺലൈനിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫോണുകളായിരിക്കും. അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് അതിൻ്റെയും പ്രൈസ് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കരുതൽ. കാരണം അതിൽ പ്രൈസിങ് ആണ് ഇപ്പോൾ ഈ മറ്റേ SD കാർഡിനാണെങ്കിലും അതുപോലെ തന്നെ റാമിനാണെങ്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കുറച്ച് പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അത് പറയാം. അതുപോലെ തന്നെ നെഗറ്റീവ്സും പറയാം. ഫസ്റ്റ് തന്നെ നമുക്കിനി സ്റ്റോറേജിനെ പറ്റി സംസാരിക്കാം. സ്റ്റോറേജ് ഇതിൽ വരുന്നത് UFS 3.1 ആണ്. ഇപ്പോഴും UFS 2.1 ഇട്ട് ഫോണുകൾ ഇറക്കുന്ന പല ബ്രാൻഡുകളും നമ്മുടെ ഇടയിലുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. UFS 3.1 ഉണ്ട്. LPDDR4Xന്റെ റാം സപ്പോർട്ടാണ് വരുന്നത്. 8GB 256GB വേരിയന്റിലോ അല്ലെങ്കിൽ 12GB 256GB വേരിയന്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കിട്ടുക. 512GB ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. 8ഉം 12ഉം ആണ് റാമുകൾ വേരിയന്റാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളിപ്പോൾ 8GB 256 എടുത്താലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. കാരണം പല ഫോണുകളും മറന്നുപോയ കാര്യമായിരുന്നു ഈ മെമ്മറി കാർഡ് ഇടുന്ന പരിപാടി. എന്നാൽ ഇതിൽ SD കാർഡിൻ്റെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഒരു സിമ്മ് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് എന്നുള്ള പോലെ ഇടാം. അല്ലാതെ 2 സിമ്മും മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഫോണുകളും അത്യാവശ്യം നല്ല അടിപൊളി ഡിസ്പ്ലേ ആയിട്ടുള്ള ഫോണുകളാണ് ഇറക്കുന്നത്. ഇതും AMOLED ഡിസ്പ്ലേനാണ് വരുന്നത്. 6.57 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള വിഷ്വൽസ് ആണ് തരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 397 PPI ക്ലാരിറ്റി വരുന്നുണ്ട്. 600 നിറ്റ്സിന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്സും 1400 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് പക്കയായിട്ട് നമ്മുടെ ഓപ്പോന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. പല വെബ്സൈറ്റിലും പലതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. എന്നാലും 1400 നിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെറ്റാണ്. LTPO കാര്യങ്ങളൊന്നും ഇല്ല. LTPS ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ എന്തായാലും ഡിസ്പ്ലേ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാം. നല്ലൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. മാക്രോയിലൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതായി എന്ന് പറയാൻ അത്രേ ഉള്ളൂ. ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഉപയോഗിച്ചിരുന്ന ഫോണിലൊക്കെ മാക്രോയിൽ ഞാൻ ഫോൺ വാങ്ങിച്ച സമയത്ത് ഒരു 5 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും. 5 ഫോട്ടോ. അതിനുശേഷം ഞാൻ ആ സാധനം തൊട്ട് നോക്കിയിട്ടില്ല. സോ എന്തായാലും ആ ഒരു ക്യാമറയുടെ ഒരു ഭംഗി കൂട്ടാനായിട്ട് ആ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് പറയാം. അല്ലാണ്ട് നമ്മുടെ കഴിഞ്ഞ Redmi 15 ഫോണുകൾ ഇറക്കിയ സമയത്ത് അവിടെ ഡെമ്മി ക്യാമറ കൊണ്ടുവച്ച മാതിരത്തെ ഊള പരിപാടികളൊന്നും ഓപ്പോക്കാർ ചെയ്യില്ല. അതെന്തായാലും നന്നായി. അവിടെ ഡെമ്മി ക്യാമറ വെക്കുന്നതെന്നല്ല, ആ ഒരു ഡിസൈനോടുള്ള ഒരു കൂറ് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഒരു ഡെമ്മി ക്യാമറയ്ക്ക് വരെ ഒരു 2 മെഗാപിക്സൽ മാക്രോ കൊടുത്തതിന് ഓപ്പോന് ആദ്യം തന്നെ ഒരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്തിനാണ് ഈ ഒരു കാലത്ത് നമ്മളൊരു ഡെമ്മി ക്യാമറ വെച്ച് കൊണ്ട് നടക്കുന്നത്? അതിനൊക്കെ നല്ല ഈ 2 മെഗാപിക്സൽ മാക്രോ ലെൻസ് വരുന്നതാണ്. അപ്പോൾ എന്തായാലും മാക്രോ ലെൻസ് ഉണ്ട്. അത് എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തായാലും സംഭവം അവിടെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ സ്പെക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഒന്നും നോക്കണ്ട, കിടിലൻ ക്യാമറയാണ് ഫ്രണ്ടിൽ. ഫ്രണ്ടും ബാക്കും മെയിൻ സെൻസേഴ്സ് ഒരു രക്ഷയില്ല. അൾട്രാ വൈഡ് ഒരു നോർമൽ ക്വാളിറ്റി ഉള്ളൂ. മാക്രോ സെൻസറും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി തന്നെ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ക്യാമറ സെൻസർ വരുന്നത്. കൂടുതൽ ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ ഐഡിയ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്യാവശ്യം നിങ്ങൾ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ഈ ഒരു ഫോൺ വാങ്ങിച്ചാലും നിങ്ങൾക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4K മറ്റേ ട്രൈപോഡൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റായിട്ടുള്ള ഒരു വീഡിയോ കിട്ടും. പണ്ടത്തെ ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 4Kയിൽ 30 FPS വരുന്നുള്ളൂ. പക്ഷേ ഫുൾ HDയിൽ നമുക്ക് 30 FPS-ഉം 60 FPS-ഉം കിട്ടുന്നുണ്ട്. കണ്ടു പഠിക്കട്ടെ മറ്റ് ബ്രാൻഡുകൾ. ഞാൻ എടുത്ത് പറയുന്നില്ല. തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ചില വീഡിയോയിലുള്ള ഫോണുകളിലൊക്കെ HD 30 FPS ആണ്. അതും സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 ആയിട്ട് പോലും അവർ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് HDയിൽ നമുക്ക് 30 FPS-ഉം 60 FPS-ഉം വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ. സോ ഇതൊക്കെയാണ് ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഇനി ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ HD 30 FPS-ഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 60 FPS ഫ്രണ്ട് ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ബാറ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 7000 mAh ഒരു ഹ്യൂജ് ബാറ്ററിയാണ് വരുന്നത്. ഓപ്പോക്കാരും അതുപോലെ തന്നെ വിവോക്കാരും പിന്നെ BBK അണ്ടറുള്ള എല്ലാ ഫോണുകളും വാരിക്കൊരു ബാറ്ററി കൊടുക്കുകയാണ് ഗൈസ്. വാരിക്കൊരിട്ട് 7000 mAh ബാറ്ററിയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ലോ പ്രൈസുള്ള ഫോണാണ്. ലോ പ്രൈസ് അല്ല, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ലോ പ്രൈസ് ഫോണുകളാണ് നോക്കുകയാണെങ്കിലും
7000 mAh ബാറ്ററി കൊടുക്കുന്നുണ്ട്. 7000 mAh അല്ല കറക്റ്റ് വരുന്നത്, അത് ടിപ്പിക്കൽ mAh ആണ്. ശരിക്കുള്ള mAh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6830 mAh ആണ് വരുന്നുള്ളൂ. അത് റൗണ്ട് ചെയ്തിട്ട് അവർ 7000 mAh എന്ന് പറയുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, ബാറ്ററി ബാക്കപ്പ് ഒക്കെ അടിപൊളിയാണ്. ഈ ഒരു ചിപ്സെറ്റിൽ ഈ ഒരു ബാറ്ററിയാണ് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. സോ അത് സെറ്റാണ്. പിന്നെ 80 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ചാർജർ ഓൾറെഡി ബോക്സിലുണ്ട്. സോ അതും സെറ്റാണെന്നും പറയാനില്ല, നല്ല കിടലിനായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്പോ ഒരു ഓഫ്ലൈൻ മാർക്കറ്റിൽ നമ്മൾ കടയിലൊക്കെ പോയിട്ടൊരു 30-40 റേഞ്ചിലുള്ള ഫോൺ ചോദിക്കുമ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഓൺലൈനിൽ അടിച്ച് പൊളിച്ച് ഒരു ലോ പ്രൈസിൽ സെല് ചെയ്യാനുള്ള ഒരു ഫോണായിട്ടല്ല ഓപ്പോ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം സെറ്റാണ്, വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഗെയിമൊക്കെ കളിച്ചിട്ട് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പിടുത്തം വരുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. സോ ഗെയിമൊക്കെ വരുമ്പോൾ അത്രയും റാം കൺസ്യൂം ചെയ്ത് അത്രയും സെറ്റപ്പായിട്ടൊക്കെ നമുക്ക് സ്റ്റോറേജ് ഒക്കെ കൺസ്യൂം ചെയ്ത ശേഷം പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ സ്റ്റക്ക് എനിക്ക് ഫീൽ ചെയ്തു. കളർ OS ആണ് വരുന്നത്, Android 16 ബേസ്ഡ് ആയിട്ടുള്ള കളർ OS ആണ് വരുന്നത്. സോ OS സെറ്റാണ്. അത്യാവശ്യം വേണ്ട ഓപ്പോ AI പരിപാടികളൊക്കെ ഇതിൽ വരുന്നുണ്ട്, ഇമേജ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ പറയാനുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് പറയാനുള്ളത്. ഈ ഒരു ഫോണിൻ്റെ വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിനെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ അതിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ഫോണിൻ്റെ ചിപ്സെറ്റ്. ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് വരുന്നത് Qualcomm Snapdragon 6 Gen 1 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ്. സോ ആ ഒരു ചിപ്സെറ്റ് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ആ ഒരു ചിപ്സെറ്റിനെ ഞാൻ കണ്ടത്. ആ ഒരു ചിപ്സെറ്റുള്ള പല ഫോണുകളും കണ്ടിട്ടുണ്ട്, ഭയങ്കര അലമ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഫോണിൽ അവർ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ആ ഒരു ചിപ്സെറ്റിനെ യൂസ് ചെയ്തേക്കുന്നത്. അതിന് മെയിനായിട്ട് 2 കാര്യമാണ് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, HDയിൽ 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ഇതിൽ സോഫ്റ്റ്വെയർ വെച്ച് എത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഈ ഒരു ഫോണിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്, അതും അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്നലെ PUBG അത്യാവശ്യം 2-3 ഗെയിമുകൾ ഫുള്ള് ഇതിൽ കളിച്ചതാണ്. സോ ആ ഒരു സമയത്ത് ഹീറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല. ഞാൻ കളിച്ച ഗ്രാഫിക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്മൂത്തിലിട്ടിട്ട് എക്സ്ട്രീം FPS-ലാണ് കളിച്ചത് PUBG. അതുകൊണ്ടാണോന്ന് അറിയില്ല, അതിന് മേലേക്ക് നമ്മൾ കളിക്കുമ്പോഴേക്കും ഫോൺ അത് ഡീൽ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ ഹീറ്റിംഗ് വരുന്നുണ്ട്. ആ ഒരു സൂപ്പർ സ്മൂത്തിൽ നമ്മൾ എക്സ്ട്രീം FPS-ലിട്ട് കളിക്കുമ്പോൾ ഒരു 2 ഗെയിമൊക്കെ കളിച്ചിട്ടും ഫോണിന് കാര്യമായിട്ടുള്ള യാതൊരുവിധ ടെമ്പറേച്ചർ റൈസും ഞാൻ കണ്ടില്ല. ആ കിട്ടുന്ന FPS പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ചിപ്സെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന് പറയുന്ന ചിപ്സെറ്റ് നമുക്ക് ഏതൊക്കെ ചിപ്സെറ്റിനായിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഇറങ്ങിയിരുന്ന ഡയമൻസിറ്റിയുടെ 7050 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റായിട്ട് നമുക്ക് ഏകദേശം ഈക്വലൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ മീഡിയടെക്കിൻ്റെ ഹീലിയോ G99 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ഉണ്ട്, അതിനോടും ഏകദേശം ഈക്വലൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ തന്നെ 695 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ഉണ്ടായിരുന്നു, അതും ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഡയമൻസിറ്റിയുടെ 7300 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്, അതും ഏകദേശം ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ചിപ്സെറ്റിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റാണ്. എന്നാൽ 7300 ആയിരിക്കും കുറച്ചും നല്ല പെർഫോമൻസ്. അപ്പോൾ 7300 താഴെയും സ്നാപ്ഡ്രാഗൺ 695 മേലെയുള്ള ഒരു പെർഫോമൻസ് റേഞ്ചിലാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 6 Gen 1 ചിപ്സെറ്റ് വരുന്നത്. സോ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 ചിപ്സെറ്റ് വെച്ചിട്ടുള്ള ഫോണുകൾ പണ്ട് നമുക്കത് ലോ ബഡ്ജറ്റ് ഫോണുകൾ വന്നിട്ടുള്ള ഫോൺ ഇതായിരുന്നെങ്കിൽ ഇന്ന് അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്കത് മിഡ് റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്, മനസ്സിലായോ? സോ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മിഡ് റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 ഈസ് ഈക്വൽ ടു ഡയമൻസിറ്റിയുടെ പണ്ടത്തെ 7050 എന്ന് വേണമെങ്കിൽ പറയാം. സോ പ്രോപ്പർലി അത് ഈക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഡയമൻസിറ്റിയുടെ 7050 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അത് പണ്ടത്തെ മിഡ് റേഞ്ച് ആയിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു 6 സീരീസ് നമ്മൾ സാധാരണ പണ്ട് അതിനെ ലോ റേഞ്ച് ആയിട്ട് കണക്കാക്കണമെങ്കിൽ ഇന്ന് അതിനെ മിഡ് റേഞ്ചിലേക്ക് കണക്കാക്കേണ്ട അവസ്ഥയാണ് വിത്തിൻ ദ പ്രൈസ് ലിമിറ്റ്, വിത്തിൻ ദ പ്രൈസ് റേഞ്ച്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനത് പ്രൊമോഷനായിട്ട് പറയല്ല, നമ്മൾ ഈ ഒരു ഡിവൈസ് മാത്രം ഓരോരുത്തരോട് എടുക്കുന്നുള്ളൂ. ഈ വീഡിയോ ചെയ്യാനായിട്ട് നമ്മളടുത്ത് ആരുടെ അടുത്തും പൈസ വാങ്ങിക്കുന്നില്ല. സോ ഈ ഒരു ഡിവൈസ് നമ്മൾ എടുത്ത ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അല്ലാണ്ട് നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുള്ള പരിപാടി എല്ലാം പറയണത്. സോ ഈ ഒരു ഫോണ് നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിങ്ങിന് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറ്റും. ഞാനത് കളിച്ച് നോക്കിയിട്ടുള്ളതിൻ്റെ പേരിൽ പറയണതാണ്. ഞാൻ കളിച്ച് നോക്കേണ്ട വീഡിയോ എന്തായാലും ഞാൻ എടുത്തത് ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടായിരിക്കും. സോ എന്ന് വെച്ച് ഹെവി ആയിട്ടുള്ള ഗെയിമേഴ്സ് ആരും പോയിട്ട് ഈ ഒരു ഫോൺ എടുക്കില്ല എന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും അവന്മാരത് നോക്കിയിട്ട് എടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബാക്കിയെല്ലാം ഓക്കെയാണ്, ചിപ്സെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റാതെ ആവോ എന്ന് വിഷമിച്ചുകൊണ്ട് ഈ ഒരു ചിപ്സെറ്റ് എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഐ മീൻ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. സോ വലിയ ലാഗോ അല്ലെങ്കിൽ സ്റ്റെക്കോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഗെയിമൊക്കെ ഓപ്പൺ ചെയ്ത് വന്ന് ഗെയിമെല്ലാം ക്ലോസ് ചെയ്ത് പഴയ വിൻഡോയിലേക്ക് പോകുമ്പോൾ ഹോമിലേക്ക് പോണ സമയത്ത് ജസ്റ്റ് ഒരു ചെറിയ സ്റ്റെക്ക് ഉണ്ട്, അതുള്ള കാര്യം തന്നെയാണ്.
സോ അത്രയും സൂപ്പർ സ്മൂത്താണ് നിങ്ങൾ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിപ്സെറ്റ് മാറിയിട്ട് എൻ്റെ നെക്സ്റ്റ് ലെവൽ ചിപ്സെറ്റ് വരുന്ന ഫോണുകളിലേക്ക് പോകുന്നതാണ്. സോ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സെൽഫി ക്യാമറയിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാം. ഈ കാണുന്ന ഫോട്ടോസൊക്കെ റിയർ ക്യാമറ ഉപയോഗിച്ചെടുത്തിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഫോൺ തിരിച്ചു പിടിച്ച് വൈഡ് ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ ഈ ക്വാളിറ്റി കിട്ടും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഓപ്പോ റെനോ 15C ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ. സോ ഇതിൽ നമുക്ക് 4K 30 FPS വരെ എടുക്കാൻ സാധിക്കും. 60 FPS സപ്പോർട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്മൂത്ത്നെസ് കുറവ് ഫ്രണ്ട് വീഡിയോയിലുണ്ട്. ബട്ട് എല്ലാ വീഡിയോയിലും നമുക്ക് എഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ട് സിനിമാറ്റിക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ വലിയ ചിപ്സെറ്റുള്ള പുതിയ ഫോണുകൾ ഇറങ്ങുന്ന സമയത്ത് പോലും ആ ഒരു സെറ്റപ്പ് അതിൽ കൊടുത്തിട്ടില്ല. കുറച്ച് എന്താ പറയുക, ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. സോ ഫോൺ നമ്മൾ ട്രൈപോഡിലൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഷെയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു FPS ഡ്രോപ്പ് വലിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. നല്ല വീഡിയോസ് കിട്ടും. സോ ഇങ്ങനെയും കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഗൈസ് ആ ഒരു സെറ്റപ്പ്. ഇനി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഫ്രണ്ട് ക്യാമറയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു എഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാന്നൊക്കെ പറയുമ്പോൾ ആ വീഡിയോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നമ്മുടെ ഓപ്പോനെ പറ്റുള്ളൂ. സോ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് റിയർ ക്യാമറയിൽ HD 60 FPS വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റിയർ ക്യാമറ വീഡിയോ. സോ പിന്നെ നമുക്ക് 30 FPS വേണമെങ്കിൽ ആ ഒരു എഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇവിടെയും കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ 30 FPS നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ കിട്ടുന്നുണ്ട്. നിങ്ങൾ വീഡിയോൻ്റെ പാർട്ടിൽ ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വിഷമിക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഇതാണ് കേട്ടോ നമ്മുടെ റിയർ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന 4K 30 FPS വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടൊക്കെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 6 സീരീസ് ചിപ്സെറ്റിൽ 4K വീഡിയോ എന്ന് പറഞ്ഞാൽ പരിപാടി ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് 4K വീഡിയോ സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. അത്യാവശ്യം നല്ല ബിറ്റ് റേറ്റ് വരുന്നുണ്ട്, നല്ല ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്. സോ ഇതാണ് ആ ഒരു ക്വാളിറ്റി. നിങ്ങളത് ചെക്ക് ചെയ്യുക. ഈവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സാംസങ്ങിൻ്റെ വീഡിയോനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വിവോൻ്റെ ഓപ്പോൻ്റെ ഒക്കെ വീഡിയോ ആണ്. കാരണം സാംസങ്ങിൻ്റെ വീഡിയോ എപ്പോഴും ഒരു കോൺട്രാസ്റ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. എഡ്ജസ് ഒക്കെ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരിക്കും. അവർ ഭയങ്കര ഷാർപ്പണ്ടായിട്ടുള്ള വീഡിയോ ആണ് തരിക. പക്ഷേ കാണാൻ സ്കിൻ ടോൺ എപ്പോഴും ഒരു ഡാർക്കൺ പോലെയാണ്. പക്ഷേ ഇത് ഭയങ്കര ബ്രൈറ്റർ ആയിട്ടുള്ള സ്കിൻ ടോണാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സോ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ, അതായത് വൈഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വൈഡ് റിയർ ക്യാമറയിലെ വീഡിയോ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും കിട്ടുക. 8 മെഗാപിക്സലാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഫോണിലെ ക്യാമറ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പ്രോ മോഡ് വരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ മാതിരി ISO, ഷട്ടർ സ്പീഡ്, എക്സ്പോഷറൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. പിന്നെ വീഡിയോ മോഡാണ് വരുന്നത്. 4K വീഡിയോ വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ അതിൽ ഈ എഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ബ്ലറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള പോലത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. എഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. ബ്ലർ വാല്യൂ ഓൺ ആക്കുമ്പോൾ ചെറിയൊരു സ്മൂത്ത്നെസ് കുറവുണ്ടായിരിക്കും. പിന്നെ ഫോട്ടോ മോഡ് വരുന്നുണ്ട്. അതിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡിൽ നമുക്ക് 2x സൂം മാത്രമേ ഉള്ളൂ. 3x സൂം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ AI ഉള്ള കാരണം 3x കൂടി വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് 2x കൊടുത്തിട്ടുള്ളൂ. മോർ ഓപ്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നൈറ്റ്, ഹൈ റെസൊല്യൂഷൻ, പാനോ, മാക്രോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, സ്റ്റിക്കർ, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി നടത്താൻ പറ്റും. IP 69 ഉണ്ടല്ലോ. പിന്നെ ഡുവൽ വീഡിയോ പരിപാടി ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും വീഡിയോ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന പോലത്തെ പരിപാടി ഉണ്ട്. പിന്നെ മോറിൽ വരുന്നത് ഡോക്യുമെൻറ്റ് സ്കാനറാണ്. നമുക്ക് PDF ഒക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ ഈ പറഞ്ഞ മാതിരി പ്രോ മോഡ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ അല്ല. വീഡിയോ മോഡ് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആണ്. ഫോട്ടോ മോഡ് ഫ്രണ്ട് ക്യാമറയിലുണ്ട്. പോർട്രേറ്റ് മോഡിൽ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും പോർട്രേറ്റിൽ. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ പിന്നെ സെയിം മോഡ് തന്നെയാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് ക്യാമറ സെറ്റിങ്സ് ആയിട്ട് നമുക്ക് വരുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയം ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക്കാച്ചാണ്. ഒരു എന്താ പറയുക, നമ്മുടെ ഞാൻ ഐഫോണായിട്ട് കാണിച്ചു തരട്ടെ. ഈ സാധനം ഐഫോണായിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലുക്ക് എത്രത്തോളം ഉണ്ടെന്ന്. എങ്ങനെ നമുക്ക് ഐഫോണിൻ്റെ ലുക്കിനെ ഇതിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഐഫോൺ, ഇതാണ് ഐഫോൺ. ലുക്ക് ഗൈസ്, കണ്ട ആ ഒരു ഓൾമോസ്റ്റ് ഐഫോൺ പിടിക്കുമ്പോഴുള്ള ആ ഒരു സെയിം ഫീലും ഐഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം ഫീലാണ് മോനെ ഈ ഒരു ഫോണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസൈൻ വൈസ് അടിപൊളിയാണ്, കളർ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്, ക്യാമറ സാമ്പിൾസും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയും വീഡിയോയും കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങും ഒരു നോർമൽ രീതിയിൽ ഓക്കെയാണ്. സോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓൾ റൗണ്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്ര ഉള്ളൂ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓൾ റൗണ്ടർ നോക്കുന്ന ആളാണെങ്കിൽ എടുക്കുക. ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് ടാലൻ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഡീൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആണ്, അതൊരു പോരായ്മയാണ്. പക്ഷേ ആ ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആയതിന് പകരം നിങ്ങൾ ഇതിൽ 50 മെഗാപിക്സലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ടൈപ്പ് ഐഡിയ ആണ്, പക്ഷേ ക്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ടെലിഫോട്ടോ ലെൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലായി. ഞാൻ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് കാലം മുന്നേ, ഒരു 4-5 വർഷം മുന്നേ. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഈ ടെലിഫോട്ടോ ലെൻസിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിൻ്റെ ഹയർ റെസൊല്യൂഷനിലിട്ട് ഫോട്ടോ എടുക്കും,
ക്രോപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരാൾക്ക് വേണ്ടി ഫോട്ടോ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചോദിച്ചാൽ കുറച്ച് പുറകെ പോയിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ കുറച്ച് സൈഡ് ഫ്രെയിമൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ സൈഡ് ഫ്രെയിമൊക്കെ ഒഴിവാക്കിയിട്ട് അയാളെ മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ടെലിഫോട്ടോ ലെൻസിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം. പിന്നെ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ മിനിമം ഗ്രാഫിക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതും ഡീൽ ചെയ്യാം. സോ ഇതൊരു പക്ക പെർഫെക്റ്റ് ഫോൺ എന്നല്ല ഞാൻ പറയണത്. പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് എന്താ പറയുക, എല്ലാ സ്ഥലത്തും ഇവരുടെ ബ്രില്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഒരു ഓൾറൗണ്ടർ ഫോൺ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൊരു ഫോണാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇതിലുള്ള ഓഫറിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ബാക്കി ഈ ഫോൺ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ആൾക്കാരും നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. സോ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്തിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമായിരിക്കും. ബൈ. ജിനോ ടെക് വ്ലോഗ്സ്.